ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 75 പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. സിറിയൻ നഗരമായ അലപ്പോയിൽ സിറിയൻ സൈന്യത്തെ മറികടന്ന് വിമതർ ആധിപത്യം സ്ഥാപിച്ചുവെന്ന് വാർത്ത കൂടി വരുമ്പോൾ ഈ വിദേശ വാർത്തകളെ അപകീർത്തിക്കാൻ PPI ജെയിംസ് തത്സമയം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, യഥാർത്ഥത്തിൽ ജെയിംസിന് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും യുദ്ധം അവസാനിക്കുന്നില്ല. യുക്രൈനും റഷ്യയും തമ്മിൽ തകർത്തുള്ള യുദ്ധം തുടരുന്നു. പശ്ചിമേഷ്യയിലും ആ സംഭവം കുഴപ്പത്തിൽ തന്നെ പോകുന്നു. അപ്പോൾ ആ കൂടെ മൊത്തം ജഗപുകയാണ്. സ്കേൻ. ഒരു ഭാഗത്ത് പ്രതീക്ഷയുണ്ട്, മറുഭാഗത്ത് യുദ്ധത്തിൻ്റെ ആശങ്കയുണ്ട്. അതിൻ്റെ ഒരു ഇതിലാണ് നടക്കുന്നത്. സ്കേൻ പറഞ്ഞ പോലെ ഒരിടത്ത് വെടി നിർത്തുമ്പോൾ മറുഭാഗത്ത് അത് ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് ലെബനൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന പ്രദേശമാണ് സിറിയയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സിറിയയിൽ കഴിഞ്ഞ 2016-ലും 2006-ലൊക്കെ നടന്നതിൽ 5 ലക്ഷം പേരാണ് ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അവിടുത്തെ വിമത സൈന്യം, ജിഹാദിസ്റ്റുകൾ അടക്കം ഒരു ഭാഗത്ത്, റഷ്യയുടെ പിന്തുണയുള്ള സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദിൻ്റെ സൈന്യം മറുഭാഗത്ത് തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. അവിടെ ആലപ്പോ എന്ന രണ്ടാമത്തെ നഗരം കയറി പിടിച്ചിരിക്കുന്നു. സിറിയയുടെ നഗരം വിമതർ പിടിച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകൾ വരുന്നത്. പ്രത്യേകിച്ച് അത് ഇസ്രായേൽ ലെബനൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് എസ്കേൻ അത് പ്രത്യേകിച്ച് ഈ മണിക്കൂറുകളിൽ വലിയ പ്രാധാന്യം നേടുന്നത്. കാരണം ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അതിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിർത്തി കടന്ന് രക്ഷപ്പെട്ടത് സിറിയയിലേക്കാണ്. സിറിയയിലെ ഡമാസ്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ. അവിടെ ഇറാനുമായിട്ട് വലിയ ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കൊലപ്പെടുത്താൻ ഇറാൻ്റെ എംബസി തന്നെ ആക്രമിച്ചു. ഇറാൻ ഒരു പക്ഷേ ആദ്യമായിട്ട് അടുത്ത കാലത്തായിട്ട് ഇസ്രായേലിലേക്ക് മിസൈൽ തൊടുത്തത് സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ്റെ എംബസി ആക്രമിച്ചതിനെ തുടർന്നാണ്. അപ്പോൾ ഇതൊരു ഇതാണ് സിറിയ, ഇറാൻ, റഷ്യ, ചൈന ഇങ്ങനെ ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ സിറിയയിലെ അൽബഷാറിനെ എല്ലാ കാലത്തും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. പക്ഷേ ഇപ്പോൾ റഷ്യ അവിടെ യുദ്ധത്തിലാണ് ഉക്രൈൻ, അതുകൊണ്ട് ഇവിടെ രക്ഷപ്പെടുത്താൻ എത്തുന്നില്ല. അതിനിടയിലാണ് എസ്കെയിൻ ഇപ്പോൾ കഴിഞ്ഞ 13 മാസമായി തുടരുന്ന ഗസ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഒരു ഭാഗത്ത് ലെബനനിലെ ഹെസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു ഹമാസുമായിട്ടുള്ള ഗസയിലെ യുദ്ധം ഏതാണ്ട് തീരാൻ സാധ്യതയുണ്ട്, അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ആക്രമണം കുറയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് എന്താ പറയുക, വലിയ രീതിയിൽ അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവിടെ വടക്കൻ ഗസയിൽ കമൽ അദ്വാനി എന്ന ആശുപത്രിക്ക് നേരെ വലിയ ആക്രമണം നടത്തി. അതിൽ അവിടുത്തെ തീവ്ര പരിചരണ വിഭാഗത്തിൻ്റെ തലവൻ അഹമ്മദ് അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. 75 പേർ കൊല്ലപ്പെട്ടു. അവിടെ നേരത്തെ അതിൻ്റെ ഡയറക്ടർ അടക്കമുള്ള നിരവധി പേർക്ക് പരിക്കേറ്റ് തീവ്ര പരിചരണത്തിലാണ്. ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ, 1-1.5 മാസത്തിനുള്ളിൽ വടക്കൻ ഗസയിൽ മാത്രം എസ്കെൻ ഏതാണ്ട് 2700ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗസയിൽ കഴിഞ്ഞ 13 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 44,500 അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ 45,000 എത്താൻ ഇനി 500 സംഖ്യ എന്ന് പറയുമ്പോൾ ജീവനുകളാണ്. അത് കേൾക്കാൻ വലിയ സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല. എന്തായാലും ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ പ്രശ്നങ്ങൾ തീരുന്നില്ല. ലെബനനിൽ എന്തായാലും എന്താ പറയുക, ദേവദാരുക്കൾ പൂക്കുന്ന താഴ്വരകളുള്ള ലെബനനിൽ ഒരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ചെറിയ വെള്ളിരേഖ കാണുന്നുണ്ട്. കാരണം അവിടെ വലിയ രീതിയിലുള്ള വെടിവെപ്പ് ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തലിനെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം വെടിവെച്ചിരുന്നു, ഹെസ്ബുള്ളക്കാരെ അങ്ങോട്ട് നുഴഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും അതിർത്തിയിൽ ശാന്തത വരുന്നുണ്ട്. ലെബനൻ സേന 56,000 പേരും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ 10,000 പേരുള്ള സമാധാന സേനയും അവിടെയുണ്ട്. അവരാണ് ഇപ്പോൾ ഒരു ഇസ്രായേലിൻ്റെയും ലെബനൻ്റെയും അതിർത്തിയിൽ ഒരു കാവൽക്കാരായിട്ട് നിൽക്കുന്നത്. ഹെസ്ബുള്ള കയറിയാൽ ഇനി ആക്രമിക്കുമെന്ന് വീണ്ടും ഇസ്രായേൽ പറയുന്നുണ്ട്. എന്തായാലും സിറിയയിലെ സംഭവവികാസങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇസ്രായേൽ കാണുന്നത്. കാരണം ഇസ്രായേലിനെതിരാണ് സിറിയൻ ഗവൺമെൻറ്. അപ്പോൾ അവർ വലിയ രീതിയിൽ ബഷാർ അസാദൊക്കെ ഒരു തരത്തിൽ ഇവരുടെ കൂടെയാണ്, ഇറാൻ്റെ കൂടെയാണ്, ഹമാസിൻ്റെ കൂടെയാണ്, ഹെസ്ബുള്ളയുടെ കൂടെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അത് വളരെ ഇതായിട്ട് മാറിയ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ അടിയന്തര മന്ത്രിസഭാ യോഗം ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചുകൂട്ടി ഈ സിറിയയിലെ സംഭവവാസങ്ങൾ ചർച്ച ചെയ്തു എന്ന വാർത്ത കൂടി മണിക്കൂറുകളിൽ വരുന്നുണ്ട്. ജെയിംസ്, ഈ യുക്രൈൻ പ്രസിഡന്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വന്നിരിക്കുന്നല്ലോ. നാറ്റോ സഖ്യത്തിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോയിൽ അംഗമാക്കിയാൽ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാം, മാത്രമല്ല റഷ്യ പിടിച്ചെടുത്ത സ്ഥലം ഇപ്പം തരണമെന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് ഈ മണിക്കൂറുകളിലെ വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയാവുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. സ്കൈ ന്യൂസിൻ്റെ അവതാരകനുമായിട്ട് നടത്തിയ അല്ലെങ്കിൽ ജേർണലിസ്റ്റായിട്ട് നടത്തിയ അഭിമുഖത്തിൽ വലിയൊരു റിവീലിംഗ് സാധനമാണ് പറഞ്ഞിരിക്കുന്നത്. വ്ളാഡിമിർ സെലൻസ്കി ഇത് ആദ്യമായി പറഞ്ഞിരിക്കുന്നു.
നാറ്റോ സഖ്യത്തിൽ ഞങ്ങളെ അംഗമാക്കിയാൽ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാം. അതിലൊരു വലിയ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ അവരുടെ കയ്യിൽ ഇരുന്നോട്ടെ, ഞങ്ങൾക്കിപ്പോൾ വേണ്ട. പക്ഷേ പിന്നീട് നയതന്ത്ര നീക്കങ്ങളിലൂടെ ഞങ്ങളത് തിരിച്ചു പിടിച്ചോളാം. പക്ഷേ ഒരു വെടിനിർത്തലിന് അതൊരു കാരണമായിട്ട് ഞങ്ങൾ പറയുന്നില്ല. പ്രത്യേകിച്ച് കിഴക്കൻ യുക്രൈനിൽ ഡോണറ്റ്സ്ക്, ലുഹാൻസ്ക്, അതുപോലെ തന്നെ സഫ്രോഷ്യ തുടങ്ങിയിട്ടുള്ള മേഖലകളൊക്കെ അവർ കേഴ്സൺ, ഈ 4 മേഖലകളും ഏതാണ്ട് യുക്രൈൻ്റെ 1/5 വരും എസ്കേൻ, അത് ഇവരുടെ കയ്യിലാണ്, റഷ്യയുടെ കയ്യിലാണ്. അപ്പോൾ അത് തിരിച്ചു തരാതെ തന്നെ ക്രീമിയ നേരത്തെ 2014 റഷ്യ പിടിച്ചുകൊണ്ടുപോയതാണ് യുക്രൈനിൽ നിന്ന്. അപ്പോൾ അതിലൊന്നും ഞങ്ങൾ നിർബന്ധം പിടിക്കുന്നില്ല. നാറ്റോയിൽ അംഗത്വം കൊടുത്താൽ ഇതൊരു വളരെ സ്ട്രാറ്റജിക്കാണ്. കാരണം ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നു, ജനുവരി 20 വന്നാൽ ഒരുപക്ഷെ ട്രംപ് പറയാൻ പോകുന്നത് യുക്രൈനുള്ള ആയുധം മുഴുവൻ നിർത്തിവെക്കുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും റഷ്യ കയറി എൻറ്റയർ യുക്രൈനെ പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ട്. അത് യൂറോപ്പിനും ഭീഷണിയാണ്. ഇപ്പോൾ യൂറോപ്പിന് കൊടുക്കുന്നതാണ്. കാരണം നാറ്റോയിൽ അംഗത്വം കൊടുക്കാൻ പോയതിൻ്റെ പേരിലാണ് ഉക്രൈനിൽ കയറി റഷ്യ ആക്രമിച്ചത്. ഇതുവരെ നാറ്റോയിൽ അംഗത്വം കൊടുക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. നാറ്റോ മൗനം പാലിക്കുകയാണ്. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും നാറ്റോയിൽ അംഗത്വം വാങ്ങിക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റിനെ അനുകൂലിക്കാനാവില്ല. അതിൻ്റെ പേരിലാണ് യുദ്ധം വന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് ഹാപ്പി ആയിരിക്കും. കാരണം ഉക്രൈൻ്റെ 1/5 പ്രദേശം തനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ഏത് പ്രസിഡന്റാണ് സന്തോഷിക്കാത്തത്? യുദ്ധം 3 വർഷം നടത്തിയതിന് ഗുണമുണ്ടായി. ഇത്രയും പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി, ഇനി ഒരു ബഫർ സോണായിട്ട് ഉപയോഗിക്കാൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും സെലൻസ്കി വളരെ പെട്ടെന്ന്, കാരണം സെലൻസ്കിക്ക് അപകടം മനസ്സിലാക്കിയാണ് സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നത്. കാരണം ഒരു ഹാസ്യ നടനായി വന്ന് ഉക്രൈൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയ വ്ളാഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് വരെ ഈ ദിവസങ്ങളിൽ റഷ്യ പറഞ്ഞിരുന്നു. കാരണം ഡിസിഷൻ മേക്കേഴ്സിന് നേരെ ബോംബിംഗ് നടത്തുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു സെറ്റിൽമെൻറ്റ് ഇപ്പോൾ ആവശ്യമാണ്. വെടിനിർത്തലിനുള്ള സാധ്യത ഒരുപക്ഷെ തെളിയുന്നുണ്ട്. സ്കെയിൻ പ്രജീത് തോട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്കെയിൻ ഗസയിലെ യുദ്ധം അവസാനിച്ചാൽ നമ്മുടെ പി ജെയിംസിനെ തിരിച്ചു വിളിക്കേണ്ടി വരുമോ? അതെങ്ങനെ? ഒരു പ്രശ്നമില്ല. യുദ്ധങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ, ഓക്കെ, ഞാൻ യുദ്ധം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. ഗസയിൽ യുദ്ധം മാറിയപ്പോൾ സിറിയയിൽ യുദ്ധം കണക്കുകയാണ്. സ്കെയിൻ